പ്രിയപ്പെട്ട കുട്ടികൾ, കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ എന്താണ് ഐയുടെ സ്ട്രക്ചർ, എന്ത്, വാട്ട് ഇസ് മീൻ ബൈ നിയർ പോയിന്റ്, ഫാർ പോയിന്റ്, റേഞ്ച് ഓഫ് വിഷൻ, അക്കോമഡേഷൻ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. നൗ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിഫക്ട്സ് ഓഫ് ദ ഐസ്? കണ്ണിന്റെ ഇമ്പോർട്ടൻറ്റ് ഡിഫക്ട്സ്, വിഷനിൽ ബന്ധപ്പെട്ട കണ്ണിന്റെ തകരാറുകൾ എന്തെല്ലാം? നമ്പർ 1, മയോപ്പിയ, ഷോർട്ട് സൈറ്റഡ്നെസ്. ഷോർട്ട് സൈറ്റ് എന്ന് പറയും, ഹ്രസ്വദൃഷ്ടി എന്ന് മലയാളത്തിൽ പറയുന്ന ഡിഫക്റ്റാണ് മയോപ്പിയ. സയന്റിഫിക് നെയിം മയോപ്പിയ. ഒരു നോർമൽ കണ്ണ്, ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. ഒരു നോർമൽ കണ്ണ് ലെൻസ് ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയിൽ. ക്ലിയർ ഇമേജസ് ഫോംഡ് ഓൺ ദ റെറ്റിന. മയോപ്പിയയിൽ ഇമേജ് ഈസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. അതായത് ഒബ്ജക്റ്റ് എന്ന് വരുന്ന ഇമേജ് ലെൻസ് കൺവേർട്ട് ചെയ്യുന്നത് റെറ്റിനയുടെ മുമ്പിൽ, റെറ്റിനയ്ക്ക് എത്തുന്നില്ല. മയോപ്പിയയുടെ ഡയഗ്രാം ശ്രദ്ധിക്കാം. എന്താ മയോപ്പിയ എന്ന ഡിഫക്റ്റ്? ഇറ്റ് ഇസ് ദ ഡിഫക്റ്റ് ഇൻ വിച്ച് only nearby objects can be seen, distant objects cannot be seen. ദൂരെയുള്ള ഒബ്ജക്റ്റ് കാണാൻ സാധിക്കില്ല. ഓൺലി നിയർബൈ ഒബ്ജക്ട്സ്, അടുത്തുള്ള ഒബ്ജക്റ്റുകൾ മാത്രമേ കാണാൻ കഴിയൂ. Myopia is the defect in which only nearby objects can be seen, distant objects cannot be seen. മയോപ്പിയ ബാധിച്ച ഒരു കണ്ണിന് the image is formed in front of the retina. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഫാർ പോയിന്റ് വിൽ ബി വെരി മച്ച് ലെസ് ദാൻ ഇൻഫിനിറ്റി. സാധാരണ കണ്ണിന് ഇൻഫിനിറ്റി ആണ് ഫാർ പോയിന്റ്, ഒരുപാട് ദൂരം കാണാൻ കഴിയും. പക്ഷെ ഇവർക്ക് ഒരു പരിധിനപ്പുറത്തേക്ക് കാണാൻ സാധിക്കില്ല. ഫാർ പോയിന്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ ഇൻഫിനിറ്റി. മയോപ്പിയ ഈസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് മയോപ്പിയക്കുള്ള കാരണം എന്ത്? മയോപ്പിയ ഈസ് ഡ്യൂ ടു നമ്പർ 1, ലാർജ് സൈസ് ഓഫ് ദ ഐബോൾ. കണ്ണ് വലിയ കണ്ണായിരിക്കും. നമ്മൾ ചില ആൾക്കാരെ കണ്ടു പറയല്ലോ, അയാൾ ആ കുട്ടിന്റെ കണ്ണ്, ആ പെണ്ണിന്റെ കണ്ണ് വലിയ കണ്ണാണ്. ഐബോളുടെ സൈസ് വളരെ കൂടുകയാണെങ്കിൽ ഇമേജ് ഒരിക്കലും റെറ്റിനെ പതിക്കാതെ റെറ്റിന് മുമ്പിൽ വന്ന് പതിക്കാം. സോ മയോപ്പിയ ഈസ് ഡ്യൂ ടു നമ്പർ 1, സൈസ് ഓഫ് ദ ഐബോൾ ഈസ് വെരി ലാർജ്. നമ്പർ 2, അതുകൊണ്ട് തന്നെ ഇനബിലിറ്റി ഓഫ് ദ ഐ ലെൻസ് ടു ഫോക്കസ് ദ ഇമേജ് അറ്റ് ദ റെറ്റിന. അതുകൊണ്ട് ലെൻസിന് ഇമേജ് ഒരിക്കലും റെറ്റിനെ പതിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ നേരത്തെ കൺവേർട്ട് ചെയ്യാം ഇമേജ്, ഒബ്ജക്റ്റിൽ നിന്ന് ഇമേജ് ലെൻസ് നേരത്തെ കൺവേർട്ട് ചെയ്യുക. അതാണ് ഇവിടുത്തെ പ്രശ്നം. റെറ്റിന് മുന്നിലാണ് പതിക്കുന്നത്. അപ്പൊ എന്താ പരിഹാരമുള്ളൂ? കൺവേർജൻസ് ഒന്ന് ഡിലേ ആക്കുക. ഒന്ന് ഡൈവേർജ് ചെയ്ത് വരുന്ന ഒബ്ജക്റ്റിൽ നിന്ന് ബീം ഓഫ് ലൈറ്റുകളെ ഒന്ന് ഡൈവേർജ് ചെയ്ത് കൺവേർട്ട് ചെയ്യുക. സോ മയോപ്പിയ എന്ന ഡിഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത്, കണ്ണിന്റെ മുമ്പിൽ വേറെ ലെൻസ് ഫിറ്റ് ചെയ്യണം. ആ ലെൻസിന് പ്രത്യേകത ഷുഡ് ബി എ ഡൈവേർജിങ് ലെൻസ്, ഒരു കോൺകേവ് ലെൻസ്. വരുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ബീം ഓഫ് ലൈറ്റിനെ ഒന്ന് ഡൈവേർജ് ചെയ്ത് കൺവേർജ് ചെയ്യുക. ഡയഗ്രം ശ്രദ്ധിക്കുക. ലെൻസ് ആദ്യം കോൺകേവ് ലെൻസ് എന്ത് ചെയ്യുന്നു? വരുന്ന ഒബ്ജക്റ്റിൽ നിന്ന് ബീം ഓഫ് ലൈറ്റുകളെ ഇമേജിൽ നിന്ന് ഒബ്ജക്റ്റിൽ വരുന്ന ലൈറ്റുകളെ ഒന്ന് ഡൈവേർജ് ചെയ്യുന്നു കോൺകേവ് ലെൻസ്. പിന്നെ അത് ലെൻസിലേക്ക് വന്നത് കൺവേർട്ട് ചെയ്ത് റെറ്റിലേക്ക് കറക്റ്റ് വരുന്നു. എങ്ങനെയാണ്, എത്രമാത്രം അത് ഡൈവേർജ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ സൂട്ടബിൾ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ്, കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുക. ആ ലെൻസിന്റെ വാല്യൂ എത്രയാണ്, എത്രയുടെ ഫോക്കൽ ലെങ്ത് എന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ്
നമ്മൾ ഐ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് പോവുക. ഒരുപാട് റിഫ്രാക്ഷൻ ക്യാമ്പിലൂടെ കയറ്റി അവസാനം ഡോക്ടറെ അടുത്ത് ചെന്ന് അവിടെ നിന്നാ പറയാ, ഇത്രയാണ് നിങ്ങളെ ഈ ലെൻസ് എനിക്ക് വേണ്ടത്, ഈ ലെൻസ് ഇതാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന അവിടെ വെച്ചാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഗ്ലാസ് വാങ്ങി പോയിരുന്നു. അപ്പൊ മയോപ്പിയ എന്ന ഡിഫക്റ്റ് എന്ത്, അതിന്റെ ഫീച്ചേഴ്സ് എന്ത്, ഹൗ ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ്. ശ്രദ്ധിക്കാം ഒന്നുകൂടെ. I repeat, it is the defect in which only distant objects can be seen, or only nearby objects can be seen, distant objects cannot be seen. മയോപ്പിയയിൽ അതിന്റെ ഫീച്ചേഴ്സ് ഓരോന്നും ശ്രദ്ധിക്കുക. നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ശ്രദ്ധിക്കുക. The image is formed in front of the retina. Far point of such eyes will be very much less than infinity. Myopia is due to, number 1, large size of the eyeball. Number 2, inability of the eyelids to focus the image at the retina. എന്താ റെക്ടിഫിക്കേഷൻ പരിഹാരം? മയോപ്പിയ ക്യാൻ റെക്ടിഫൈഡ് ബൈ യൂസിംഗ് എ കോൺകേവ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ ഫോക്കൽ ലെങ്ത്. കണ്ണിനെ സംബന്ധിച്ചോളം another important defect is called long sightedness, far sightedness, scientific name hypermetropia. ഫാർ സൈറ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്നൊക്കെ വിളിക്കാറുള്ളത് ഈ അസുഖത്തെയാണ്. എന്താണ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഡിഫക്ട് ഇൻ വിച്ച് ഓൺലി ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ, നിയർ ബൈ ഒബ്ജക്ട്സ് കനോട്ട് ബി സീൻ. ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ, നിയർ ബൈ ഒബ്ജക്ട്സ് കനോട്ട് ബി സീൻ. അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണാൻ സാധിക്കില്ല, ദൂരമുള്ള ഒബ്ജക്റ്റിനെ കാണാൻ കഴിയും. നിയർ പോയിന്റ് ഓഫ് ദ സച്ച് ഐസ് വിൽ ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ നിയർ പോയിന്റ് ഓഫ് ദ സച്ച് ഐസ് വിൽ ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ 25 സെന്റിമീറ്റർ. ഇവരെ സമയത്തോളം 25 സെന്റിമീറ്റർ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരേക്ക് കണ്ടുപോകും. അതാണ് ഒരു നിയർ പോയിന്റ്. അത് ഡിഫക്റ്റ്. അത് 25 സെന്റിമീറ്റർ പരിധിപ്പുറത്തേക്ക് പോയാൽ എന്തായി? അത് ഡിഫക്റ്റാണ് കണ്ണിന്. ഇവരുടെ കണ്ണിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ റെറ്റിന. റെറ്റിനയിൽ കൺവേർജ് ചെയ്യുന്നില്ല. കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ബാക്കിലേക്ക് പോകും. നോർമലായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഹൈപ്പർമെട്രോപ്പിയ ബാധിച്ച കണ്ണ് ശ്രദ്ധിക്കുക. ഇമേജ് ഒരിക്കലും റെറ്റിനൽ ഫോം ചെയ്യത്തില്ല. റെറ്റിൽ ഫോൺ ചെയ്യുകയാണെങ്കിൽ പിൻഭാഗത്തേക്കാ പോവുക. പിൻഭാഗത്തേക്ക് കുറേ പോവില്ല. പോവാണെങ്കിൽ അങ്ങനെ മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അതായത് കൺവേർജ് ചെയ്യാൻ ബുദ്ധിമുട്ട്, കൺവേർജൻസ് നടക്കുന്നില്ല എന്നതിന്റെ അർത്ഥം. സോ hypermetropia is the defect in which only distant objects can be seen, nearby objects cannot be seen. Near point of such eyes will be very much greater than 25 centimeter. Image is formed behind the retina. Retina pinbhagathan image form cheya. Hypermetropia is due to number 1, small size of the eyeball. കണ്ണിന്റെ ഐബോളിന്റെ സൈസ് വളരെ ചെറുത്, കുഞ്ഞു കണ്ണായിരിക്കും. ചില കണ്ണ് കണ്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായി നിങ്ങൾ, ആ കണ്ണിന്റെ കുഴിയിലേക്ക് ഇറങ്ങിപ്പോയ ചെറിയ കണ്ണായിരിക്കും. സ്മോൾ സൈസ് ഓഫ് ദി ഐബോൾ. അതുകൊണ്ട് ഇനബിലിറ്റി ഓഫ് ദ ഐലൻസ് ടു ഫോക്കസ് ദ ഇമേജ് ഓഫ് ദ റെറ്റിന. ലെൻസ് എത്ര ശ്രമിച്ചിട്ട് കാര്യമില്ല, ഇമേജ് ഫോം ചെയ്യിക്കാൻ സാധിക്കില്ല, റെറ്റിനയിൽ ഫോം ചെയ്യത്തില്ല. എന്താ പരിഹാരം? ഇത് ഡിലേഡ് കൺവേർജൻസാ. കൺവേർജ് ചെയ്യാൻ മടി കാണിക്കുക. എന്താ പരിഹാരം? കൺവേർജ് ചെയ്യുന്ന മറ്റു ലെൻസ് കൂടി ഉപയോഗിക്കുക, അഡീഷണൽ. അപ്പൊ നമ്മൾക്ക് ഗ്ലാസ്സിൽ വീണ്ടും സൂട്ടബിൾ ഫോക്കൽ ലെങ്ത് ഉള്ള
അവിടെ കൺവേർജ് ചെയ്യാൻ സൂട്ടബിൾ ഫോക്കൽ ലെങ്ത്തുള്ള വേറൊരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് പരിഹരിക്കും. അപ്പൊ എന്താ ഹൈപ്പർ മെട്രോപ്പി എന്ന് പറഞ്ഞാൽ സിംപ്ലി സെയിങ് ദീർഘദൃഷ്ടി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദൂരമുള്ളതേ കാണുള്ളൂ, അടുത്തുള്ളത് കാണൂല. ഇറ്റ് ഈസ് ദ ഡിഫക്റ്റ് ഇൻ വിച്ച് ഓൺലി ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ, നിയർ ബൈ ഒബ്ജക്ട്സ് കനോട്ട് ബി സീൻ. Nearby objects cannot be seen. The image is formed behind the retina. Image formed ചെയ്യുന്നത് റെറ്റിനയുടെ പിൻഭാഗത്ത്. Near point of such eye will be greater than 25 centimeter. അങ്ങനെയുള്ള കണ്ണുകളുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ കൂടുതലായിരിക്കും ഉണ്ടാവുക. Hypermetropia is due to number 1, small size of the eyeball. Number 2, inability of the eyelids to focus the image at the retina. അതുകൊണ്ട് കണ്ണിന്റെ ലെൻസിന് ആ ഇമേജ് റെറ്റിന ഫോക്കസ് ചെയ്യാൻ കഴിവില്ലാത്ത അവസ്ഥ. Hypermetropia can be rectified by using a convex lens of suitable focal length. Suitable focal length ഉള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കൺവേർജ് ലെൻസ് ഉപയോഗിച്ച് ഇറ്റ് ഈസ് റെക്ടിഫൈഡ്. അപ്പോൾ 2 ഇമ്പോർട്ടന്റ് ഡിഫക്റ്റ് ഈ കണ്ണസുഖത്തോട് നമ്മൾ പറഞ്ഞു. ഒന്ന് ഷോർട്ട് സൈറ്റ്, അതായത് മയോപ്പിയ. 2 ലോങ് സൈറ്റ്, അതായത് ഹൈപ്പർ മെട്രോപ്പിയ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുന്ന 2 ഡിഫക്റ്റ് അത് പ്രോപ്പറായിട്ട് അത് കണ്ടെത്തി പ്രോപ്പറായിട്ട് അതിന്റെ ലെൻസ് ഉപയോഗിച്ച് ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? കണ്ണ് എക്കാലത്തും ചീത്തായി പോകും. ഒരു 18 to 20 ഇയേഴ്സ് വരെ നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ, ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ പ്രശ്നങ്ങളില്ലാതെ ഒരു പക്ഷേ ഗ്ലാസ് ഒഴിവാക്കുന്ന ഒരു പക്ഷേ ജീവിതത്തിൽ സാധിച്ചു. ഉറങ്ങുന്ന സമയത്ത് വെച്ച് ബാക്കി എല്ലാ സമയത്തും ഈ ലെൻസ് ഉപയോഗിക്കണമെന്ന് ഡോക്ടേഴ്സ് പറയാം, ഗ്ലാസ് വെക്കുന്ന ആൾക്കാർ അങ്ങനെ പറയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അത് കെയർലെസ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണെന്ത് ചെയ്യും? ചീത്തായി പോകുന്ന അവസ്ഥ വരും. കാണുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? റിസ്ക് എടുത്ത് എന്ത് ചെയ്യുന്നു? സ്ട്രെയിൻ എടുത്തുകൊണ്ട് വായിക്കുന്നു, സ്ട്രെയിൻ എടുത്തുകൊണ്ട് ബോർഡ് വായിക്കുന്നു, പുസ്തകം വായിക്കുന്നു. കണ്ണെ സംബന്ധിച്ചിടത്തോളം അത് പെർമനന്റ് അന്ധതയിലേക്ക് പോകുന്നൊരു അവസ്ഥ വരെ ഉണ്ടാവും. അതുകൊണ്ട് കണ്ണിനെ സംബന്ധിച്ച് കണ്ണിന് ഉണ്ടാകുന്ന അസുഖങ്ങളെ ഏറ്റവും അടുത്ത സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് ചികിത്സ തേടേണ്ടതാണ്. ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. മയോപ്പിയും ഹൈപ്പർമെട്രോയും പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്തില്ലെങ്കിൽ ഒരേ സമയം 2 സംഭവിക്കുന്ന അവസ്ഥ വരും. ദൂരം കാണില്ല, അടുത്തും കാണില്ല. ഒരേ സമയം മയോപ്പിയും അതേസമയം ഹൈപ്പർമെട്രോ ഉണ്ടാകുന്ന അവസ്ഥ വരാറുണ്ട്. എന്താ പരിഹാരം ഉണ്ടാവുക? ഒരു ഗ്ലാസിന്റെ അപ്പർ സൈഡ് എന്ത് ചെയ്തറിയോ? അപ്പർ സൈഡ് ഒരു ലെൻസും താഴെ ലോവർ സൈഡ് ലെൻസ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡോക്ടേഴ്സ് ലെൻസ് കൊടുക്കും, ഗ്ലാസ് കൊടുക്കും. കണ്ണിനൊക്കെ ഭയങ്കര റിസ്ക് അത്. അത് കണ്ണ് സമയത്തോളം സ്വന്തം ചികിത്സിക്കാതെ, സ്വന്തമായിട്ടൊരു നിഗമനത്തിലെത്താതെ ഏറ്റവും എക്സ്പേർട്ടിന്റെ അടുത്ത് പോയിട്ട് തന്നെ നിങ്ങളതിന്റെ റെമഡി, അതിന്റെ പരിഹാരം തേടേണ്ടതുണ്ട്. ഓക്കെ, സോ മയോപ്പിയ ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ 2 ഇമ്പോർട്ടന്റ് ഡിഫക്ട്സ്. അതിന്റെ എങ്ങനെയാണ് റെമഡി നമ്മൾ പറയുന്നത്.